അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് ഒരാൾ മരിച്ചതിനെ തുടർന്ന് വനം മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് ലക്ഷ്യം കാണുന്നില്ല എന്ന് നാട്ടുകാരുടെ പരാതി. വനത്തിലേക്ക് തുരത്താൻ ശ്രമിച്ച കാട്ടാനക്കൂട്ടം വൈറ്റിലപ്പാറ മേഖലയിൽ തിരിച്ചെത്തി ജനങ്ങളെ ആക്രമിക്കാൻ മുതിരുകയാണ്. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിൽ ആനകളെ കാടുകയറ്റാൻ ശ്രമിച്ച പ്രത്യേക ദൗത്യസംഘത്തെ പിള്ളപ്പാറയിൽ വെച്ച് കാട്ടാനകൾ തിരിച്ചോടിച്ചു. പ്രത്യേക ഡ്രൈവിലൂടെ അതിരപ്പള്ളി ഭാഗത്തു നിന്നും പ്ലാന്റേഷൻ മേഖലയിലേക്കാണ് നിലവിൽ ആനകളെ തുരത്തുന്നത്. എന്നാൽ പ്ലാന്റേഷൻ തോട്ടത്തിലെ പൈനാപ്പിൾ കൃഷിക്ക് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള ശക്തമായ വൈദ്യുതി വേലികൾ ആനകൾക്ക് ഉൾക്കാട്ടിലേക്ക് പ്രവേശിക്കാൻ തടസ്സമാവുകയാണ്. കാടുകയറാൻ കഴിയാതെ ആനകൾ കൂടുതൽ അക്രമാസക്തരായി ജനവാസ മേഖലകളിലേക്ക് തന്നെ തിരിച്ചിറങ്ങുന്നു. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അതിരപ്പള്ളി ജനവാസ മേഖലയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും അടക്കം 70 അംഗ സംഘമാണ് ആനകളെ തുരത്തുന്നത്. എന്നാൽ ഇങ്ങനെ ഓടിക്കുന്ന ആനകൾ പുഴ കടന്നു വരുമ്പോൾ പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് കാടുകയറ്റാൻ നിയോഗിച്ചിട്ടുള്ളത് വെറും 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും 3 RRT വാച്ചർമാരെയും മാത്രമാണ്. ഇതോടെ ഏഴാറ്റുമുഖം റേഞ്ചിലെ വനപാലകർ വലിയ പ്രതിസന്ധിയിലാണ്. ശരിക്കും പറഞ്ഞാൽ വാഴച്ചാലും ചാലക്കുടി DFOമാർ തമ്മിലൊരു ഏകോപനം ഉണ്ടായിട്ട് ഇപ്പോൾ അക്കരയ്ക്ക് കിടക്കുന്ന വഴാറ്റുമുഖം ഭാഗത്ത് കിടക്കുന്ന ഇവിടെ 70ഓളം ഇതിന് വേണ്ടിയിട്ട് ഡ്രൈവിന് വേണ്ടി 70 സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അവിടെ വെറും 10-ൽ താഴെ സ്ട്രെങ്ത് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഈ ഡ്രൈവറുള്ള പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടോ നല്ല രീതിയിൽ കുറച്ചും കൂടെ കാര്യക്ഷമമായ രീതിയിൽ ഒരു മോണിറ്ററിംഗ് നടത്തി കഴിഞ്ഞാൽ ഡ്രൈവ് ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിലെ രീതിയിൽ ദൗത്യം തുടരുകയാണെങ്കിൽ ഈ മേഖലയിലെ ആനശല്യം ഒരിക്കലും അവസാനിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇവിടെയും കൊണ്ടുവരണം എന്നാണ് ആവശ്യം. ആനകളെ ഭയപ്പെടുത്തി ഓടിക്കുന്നതിനായി AI അധിഷ്ഠിത തെർമൽ ക്യാമറകൾ, സെൻസറുകൾ സ്ഥാപിച്ച സൗണ്ട് ആൻഡ് ലൈറ്റ് ഉപകരണങ്ങൾ എന്നിവ ജനവാസ മേഖലയിൽ നിന്നും ആനകളെ തുരത്താൻ ഉപയോഗിക്കണമെന്നും ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.